യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അമ്മ ഒരു കാരണവശാലും അറിയരുത്. ഇല്ല സുനീഷേട്ടാ, ഞാനായിട്ട് ആരോടും പറയില്ല. നീ വാ. എന്താ കാര്യം പറ. ചേച്ചി ഒന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് വാ ഇങ്ങോട്ട്. സിന്ധു വാ. ദേ നോക്ക്. കണ്ടില്ലേ? ആഹാ, ഇതാരൊക്കെയാ? വാ വാ വാ. രാവിലെ ഞാൻ വന്നപ്പോഴേ നിങ്ങളെല്ലാരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടിക്കാഞ്ഞത്. എന്നാലും സാരെങ്ങനെ അകത്തു കയറി? ഞാൻ ബാക്ക് ഡോറിന്റെ കൊളുത്ത് മോളിൽ നിന്ന് വലിച്ചു ഉറങ്ങിങ്ങ് കയറി. ഈ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തുന്നത് പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെന്തിനാ അന്തം വിട്ട് കുന്തം മുഴുകി നിൽക്കുന്നത്? വാ വാ വാ, എല്ലാവർക്കും ഉള്ള ചായ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ല, ഈ പഞ്ചാര എവിടെയാ വെച്ചിരിക്കുന്നത്? എനിക്കാണെങ്കിൽ പഞ്ചാര വലിയ ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ഞാൻ എടുത്തു തരാം. മാറ് സാറേ, ഞാൻ എടുത്തു തരാം. അയ്യോ, നിങ്ങളെന്താ കറിയിച്ചു പോവാണോ? സാർ ഇതൊന്നും കാര്യമാക്കണ്ട. അവര് തമ്മില് അത്ര വലിയ ലോഹിത്തിലൊന്നും അല്ല. ആണോ? അങ്ങനെ ഒരു കഥയുണ്ടോ? ആ കഥ ഇവിടെ ഇപ്പൊ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞൊന്നും സാർ ആരോടും പറയല്ലേ. എന്റെ പണി പോവും സാറേ. പണിയല്ലേ പോകത്തുള്ളൂ, തലയൊന്നും പോകത്തില്ലല്ലോ. കുട്ടിക്ക് ഞാനൊരു ഒന്നാം തരം ജോലി ബോംബെയിൽ ശരിയാക്കത്തില്ലയോ? ദിവസം 5000 രൂപ കിട്ടുന്ന ജോലി. സത്യമാണോ സാറേ? പിന്നെ ഇത്രയും സുന്ദരിയായ ഒരു കൊച്ചിനോട് ഞാൻ കൊള്ളം പറയൂ? പോ സാറേ. ദാ സാറേ പഞ്ചാര. കുട്ടിക്ക് പഞ്ചാര ഇഷ്ടമാണോ? അത്യാവശ്യം. എനിക്കും അതെ. അല്ല, നമ്മുടെ വിശ്വനാഥ മുതലാളി ഇല്ലേ ഇവിടെ? മുതലാളിയെ കാണാനില്ല. കാണാനില്ലെന്നോ? അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞൊന്നും ആരോടും പറഞ്ഞേക്കരുതേ. ഏയ്, ഞാൻ ആരോടും പറയത്തില്ല. എന്താ കൊച്ചിന് എന്നെ വിശ്വാസം ഇല്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? കൊച്ചു ധൈര്യമായിട്ട് പറയുന്നേ. സാറേ, ചതിക്കല്ലേ. ഞാനോ? അതും കൊച്ചിനെയോ? നല്ല കഥയായി.
അല്ല അജയൻ എന്ത് ചെയ്യേ? ഉണർന്നിട്ടില്ല. ആ എന്നാല് അവനുള്ള ചായ ഞാൻ കൊണ്ടു കൊടുക്കാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ അവന് പഞ്ചായയുടെ അസുഖം കൂടുതലായോണ്ട് വിത്തൗട്ട് വേണ്ടല്ലോ. പുള്ളിക്ക് വിത്തോട്ടാ ഇഷ്ടം. ഏ? അല്ല, പഞ്ചസാര ഇടണ്ടെന്നാ ഉദ്ദേശിച്ചു. ആണോ? ആ. മമ്മി റിട്ടേൺസ്. പിണങ്ങിപ്പോയവരൊക്കെ വന്നോ? ആ ദേ നിങ്ങൾക്കുള്ള ചായ ഞാൻ അടുക്കള വെച്ചിട്ടുണ്ട്. ഇതാ അജയനുള്ളതാ. ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ അവൻ പിണങ്ങും. അജയ, അജയ, കൂട്ടിക്കേറ്റില്ലേ? പോത്തെ. എടാ ഇതെന്തൊരു ഉറക്കമാടാ. നേരം എത്ര ആയെന്നാ നിന്റെ വിചാരം? അങ്ങോട്ട് നിനക്ക് ഉറക്കമൊന്നുമില്ലടി സിന്ധു. നീ എന്താ എത്ര രാവിലെ? ഉറങ്ങാൻ അജയേട്ട് സമ്മതിച്ചിട്ട് വേണ്ടേ? ഓടിയോടുന്നു ഒരു പോയി പളിച്ച മണം. ഉറങ്ങാൻ അജയേട്ട് സമ്മതിച്ചിട്ട് വേണ്ടേ? ഇയാളെന്തോ ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോണം? ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ 2 ദിവസത്തിനകം എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പൊറുതി ഇങ്ങോട്ട് മാറ്റുമെന്ന്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി നീയാണ് തീരുമാനം എടുക്കേണ്ടത്. കാശ് കിട്ടിയാൽ ഞാൻ അടുത്ത നിമിഷം ബോംബെക്ക് പോകും. അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഉണ്ടും ഉറങ്ങിയും ഇതുപോലെ നിനക്ക് ചായയും കാപ്പിയൊക്കെ ഇട്ട് തന്ന് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കോത്താർത്തിടപാടായിപ്പോയി. എടാ നീയും നിന്റെ ഏട്ടനും കാണിച്ചതും അത് തന്നെയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണ് ഞങ്ങൾ അധോലോകക്കാരുടെ തിയറി. നീ കേട്ടിട്ടില്ലേ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. പുല്ല്. ഏത് സമയത്താണോ എന്റെ ഏട്ടന് ഈ ദുർബുദ്ധി തോന്നിയത്? ഇതിലും ഭേദം അച്ചമ്മത്തള്ളയായിരുന്നു. തോക്കെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ആകാശത്ത് വെടിവെക്കുക ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ചങ്കിനകത്ത് കയറി വെടിവെക്കുകയല്ലായിരുന്നു. ചങ്കിനകത്ത് കയറിയിരുന്നല്ല, ചങ്ക് തുളച്ച് ഞാൻ വെടിവെക്കും. നിനക്ക് അറിയില്ല കരിമ്പായെ. घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर. എന്റെ കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഏട്ടന്റെ ഗതി തന്നെയാവും നിനക്കും. നിന്ന നിൽപ്പിൽ നീയും അപ്രത്യക്ഷമാകും. പിന്നെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ. അപ്പൊ എന്റെ ഏട്ടൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. എന്റെ കാശ് കിട്ടിയ അടുത്ത നിമിഷം ഞാൻ അയാളെ വിട്ടുതരും. ഇല്ലെങ്കിലേ അച്ചമ്മ പോയ അതേ കടലിന്റെ ആഴങ്ങളിൽ വിശ്വനാഥനും കൊമ്പൻ സ്രാവുകൾക്ക് ബിരിയാണി പെരുന്നാളാവും. അച്ചമ്മയെ പോലെയല്ല, ആ ശരീരത്തെ 100 കിലോയുടെ ഇറച്ചിയുണ്ട്. നീയൊട്ടും മോശമല്ല. നല്ല മസാല ദോശയാ. പറ,
നിന്റെ തീരുമാനം പറ.